പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 11-ാം അധ്യായം 13-ാം വാക്യം. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ഹല്ലേലൂയ സ്നേഹനിധിയായ പിതാവത്രേ. ഇന്ന് രാവിലെയും ഈ ഒരു വാക്യം പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ അവൻ ഒരു കാര്യം കൂടെ നമ്മെ ഉറപ്പാക്കുക. ഇന്നും നമ്മെ കരുതുന്ന, ഇന്നും നമ്മെ സ്നേഹിക്കുന്ന ഒരു അപ്പൻ നമുക്കുണ്ട്. നമ്മുടെ അപ്പൻ്റെ പ്രത്യേകത, അവൻ ഏറ്റവും നല്ലത് തരുന്ന ദൈവമത്രേ. വേദപുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു. ഹല്ലേലൂയ. ഇതിന് മുമ്പുള്ള വാക്യങ്ങളൊക്കെ നാം വായിക്കുമ്പോൾ നമ്മളോട് കർത്താവ് പറയുന്നു, എന്നാൽ നിങ്ങളിൽ ഒരപ്പനോട് മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? അല്ല, മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് എത്രയധികം നന്മ തരും. അവൻ നന്മയുടെ ഉറവിടമത്രേ. ഹല്ലേലൂയ. നാം ഈ ലോകത്തിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി നല്ലത് ചിന്തിക്കുമ്പോൾ, മക്കളെ കരുതുവാൻ, മക്കളെ പഠിപ്പിക്കുവാൻ, മക്കളെ വളർത്തിയെടുക്കുവാൻ ഒത്തിരി കഷ്ടപ്പാടുകൾ സഹിച്ച് അവർക്ക് വേണ്ടി നല്ലത് കരുതുമെങ്കിൽ സ്വർഗത്തിലെ അപ്പൻ തൻ്റെ ഏകജാതനായ പുത്രനെ ക്രൂശിൽ നമുക്ക് വേണ്ടി, നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി യാഗമാക്കി അർപ്പിച്ചു. സ്വന്തം കുമാരനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ പുത്രനോടുകൂടെ സകലതും നമുക്ക് നൽകാതെ ഇരിക്കുമോ? ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലെ, പുത്രനെ ക്രൂശിൽ തന്നെങ്കിൽ പുത്രനെക്കാട്ടിലും വലുത് ഈ ലോകത്തിൽ മറ്റൊന്നുമില്ല. അല്ല, ഈ ലോകം മാത്രമല്ല, എല്ലാ സൗരയൂഥത്തിലും ഈ പ്രപഞ്ചത്തിലും അതിനേക്കാട്ടിലും വലുത് മറ്റൊന്നുമില്ല. ഹല്ലേലൂയ. പുത്രനെ തരാൻ തക്കവണ്ണം നമ്മെ സ്നേഹിച്ചുവെങ്കിൽ നമ്മെ എത്രയധികം സ്നേഹിക്കുന്ന ഒരു കർത്താവിനെയാണ് നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നത്. അങ്ങനെയെങ്കിൽ ജീവിതത്തിൻ്റെ ഏതാവശ്യത്തിലും അവൻ മതിയായ ദൈവമത്രേ. ഇത് നാം മനസ്സിലാക്കണം. ഇത് നാം ഒരു നാളും മറന്നു പോകരുത്. ഹല്ലേലൂയ. നമ്മെ കരുതുന്ന ഒരു നല്ല അപ്പൻ നമുക്കുണ്ട്. ഇസഹാക്കിന് വേണ്ടി ആട്ടുകൊറ്റനെ ഹല്ലേലൂയ ആ മോറിയയുടെ പ്രദേശത്ത് കരുതിയ കർത്താവ്, ഹല്ലേലൂയ, നമ്മുടെ കർത്താവത്രേ. അവൻ വിശ്വസ്തനായ ദൈവമത്രേ. ഒരു പ്രശ്നം ഇസഹാക്കിൻ്റെ ജീവിതത്തിൽ വരുന്നതിന് മുമ്പ്, ഒരു ദൈവിക പരീക്ഷ വരുന്നതിന് മുമ്പ് തന്നെ ദൈവം ഒരു ആട്ടുകൊറ്റനെ കരുതിയിരുന്നു. ഹല്ലേലൂയ. ഇസഹാക്കിനോട് ഹല്ലേലൂയ ഈ വിഷയം പറഞ്ഞിട്ട് 3 ദിവസമേ ആയിട്ടുള്ളൂ. 3 ദിവസമായി ഇസഹാക്ക് തൻ്റെ പിതാവിനോട് ഒരുമിച്ച് മോറിയയുടെ മലപ്രദേശത്തേക്ക് നടന്നു പോകുമ്പോൾ ഹല്ലേലൂയ കർത്താവ് അവൻ ജനിക്കുന്നതിന് മുമ്പ്, ഹല്ലേലൂയ അവൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ പരിഹാരത്തെ കണ്ടെത്തിയിരുന്നു. ഇന്ന് രാവിലെയും വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലെ, നാം ആകുന്നതിന് മുമ്പ്, നാം ഈ ഭൂമിയിൽ ഹല്ലേലൂയ നമുക്ക് ഒരു പേരും ഒരു അഡ്രസ്സും വരുന്നതിന് മുമ്പ്, നിയമിക്കപ്പെട്ട നാളുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ പേര് ഉള്ളംകരത്തിൽ എഴുതി എന്നെ കരുതുന്ന ഒരു അപ്പനുണ്ട്. അപ്പൻ്റെ സ്നേഹം മറന്നു പോകരുത്. അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് ദൂരത്ത് പോയാൽ ഹല്ലേലൂയ ആ ഇളയ പുത്രൻ പോയി ഹല്ലേലൂയ അടിമയായി തീർന്നതുപോലെ തൻ്റെ ജീവിതത്തിലെ എല്ലാം നഷ്ടപ്പെട്ട് താൻ ഒരു അടിമയെ പോലെ ഹല്ലേലൂയ പന്നികളുടെ ഇടയിൽ വേല ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഹല്ലേലൂയ മടങ്ങി വരാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. മടങ്ങി വരാൻ കർത്താവ് ഇന്ന് പകൽക്കാലം ആഹ്വാനം ചെയ്യുന്നു. നമ്മെ സ്നേഹിക്കുന്ന സ്നേഹനിധിയായ നല്ലൊരു അപ്പൻ നമുക്കുണ്ട്. നമ്മെ കാത്തിരിക്കുന്നവൻ, നമുക്ക് വേണ്ടി സകലത്തെ ഒരുക്കിക്കൊണ്ട് ഹല്ലേലൂയ കാത്തിരിക്കുന്ന ഒരു നല്ല അപ്പൻ. അപ്പൻ്റെ വീട്ടിൽ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷമുണ്ട്. അപ്പൻ്റെ വീട്ടിൽ നല്ല ആഹാരമുണ്ട്. അപ്പൻ്റെ വീട്ടിൽ നല്ല കരുതലുണ്ട്. ഹല്ലേലൂയ. മറ്റാര് കൈവിട്ടാലും, ആര് തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാത്ത ഒരു അപ്പൻ ഹല്ലേലൂയ ആ ഇളയ പുത്രന് വേണ്ടി കാത്തിരുന്നത് പോലെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമ്മെ സ്നേഹിക്കുന്നു, നമ്മെ കരുതുന്നു. ഈ പകൽക്കാലം തിരിച്ചറിയുമ്പോൾ നമ്മുടെ അതരം തുറന്ന് ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. അവൻ വിശ്വസ്തനായ ദൈവമത്രേ. മറ്റെന്തിനേക്കാട്ടിലും, മറ്റേതൊരു ഹല്ലേലൂയ കാര്യം
കേൾക്കുന്നതിനെക്കാട്ടിലും ഉപരി നമുക്കിത് കേൾക്കാം. നമ്മെ കരുതുന്ന ഒരപ്പൻ നമുക്കുണ്ട്. എത്ര പേർക്ക് ആ ഒരു വിശ്വാസമുണ്ട്? ഇന്ന് ആ ഒരു പദം മാത്രം നമ്മുടെ കാതിൽ മുഴങ്ങട്ടെ. അങ്ങനെയെങ്കിൽ ആ കരം ഒന്ന് നെഞ്ചത്തോട് ചേർത്ത് വെച്ചിട്ട് പറയാൻ പറ്റുമോ, എന്നെ സ്നേഹിച്ചിടുന്ന, എന്നെ കരുതുന്ന നല്ലൊരു അപ്പൻ എനിക്കുണ്ട്. പാട്ടുകാരൻ അതാ പറയുന്നത്. മറ്റെന്തിനേക്കാട്ടിലും ഉപരി എന്നെ കരുതുന്ന ഒരു അപ്പനുണ്ട്. എൻ്റെ വികാര ചിന്തകളെ നന്നായിട്ട് അറിയുന്ന ഒരപ്പ എനിക്കുണ്ട്. എൻ്റെ ഭാഷ അറിയാവുന്ന ഒരു അപ്പ എനിക്കുണ്ട്. എനിക്ക് വേണ്ടി ഹല്ലേലൂയ യാഗമായി തീർന്ന, എനിക്ക് വേണ്ടി ത്യാഗം സഹിച്ച, എനിക്ക് വേണ്ടി കഷ്ടതയിലൂടെ പോയ ഒരു അപ്പൻ എനിക്കുണ്ട്. അവൻ ഒരു നാളും എന്നെ കൈവിടത്തില്ല, ഒരു നാളും എന്നെ ഉപേക്ഷിക്കത്തില്ല. ആ അപ്പൻ്റെ സ്നേഹം ഓർക്കുമ്പോൾ എൻ്റെ അതരം ഞാൻ ഇനി അടച്ചു വെക്കത്തില്ല. അപ്പനെ പാടി സ്തുതിക്കാൻ, അപ്പൻ്റെ സ്നേഹത്തെ ഒന്ന് ഉയർത്താൻ നാം തയ്യാറാകണം. പ്രിയരെ, ഈ പ്രഭാതത്തിലും കർത്താവ് നമ്മെ വിളിക്കുന്നു. കർത്താവ് നമ്മെ ഹല്ലേലൂയ ആഹ്വാനം ചെയ്യുന്നു. അപ്പൻ്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വന്ന് അപ്പന് വേണ്ടി നമ്മുടെ വായെ തുറക്കുക, അപ്പന് വേണ്ടി നമ്മുടെ ജീവിതത്തെ മാറ്റിവെക്കുക. അങ്ങനെയെങ്കിൽ ഈ പകൽക്കാലം ദൈവം നമ്മെ തൻ്റെ സ്വർഗീയ നന്മകളാൽ നിറച്ച് മാനിക്കും. നമുക്ക് ഒരു വാക്ക് കർത്താവിനോട് പറയാം. കർത്താവേ, ഈ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന നിൻ്റെ ഓരോ മക്കളെയും നീ അനുഗ്രഹിച്ച് സഹായിക്കണമേ. ഇവർ അങ്ങയുടെ പ്രിയ പുത്രന്മാരാ, അങ്ങയുടെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാ. അങ്ങ് ഇവരെ അനുഗ്രഹിക്കണം. സ്വർഗീയമായ എല്ലാ നന്മകളാലും ഈ ഭവനങ്ങളെ നിറയ്ക്കണം. ഒന്നിനും കുറവില്ലാതെ ഇമ്മാനുവേലെ നീ ഇവരെ നടത്തി സഹായിക്കണം. ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും അങ്ങയുടെ കരം പിടിച്ച് നടത്തുന്നതിനാൽ, മാനിക്കുന്നതിനാൽ, ഉയർത്തുന്നതിനാൽ സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.